24 വർഷം മുമ്പ് ഇതുപോലൊരു സെപ്റ്റംബർ 11 ന്യൂയോർക്ക് നഗരം രാവിലെ തന്നെ സജീവമാണ്. പെട്ടെന്നാണ് ഈ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് 110 110 നിലകളുള്ള വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ നോർത്ത് ടവറിൻ്റെ 80-ാം നിലയിലേക്ക് ഇടിച്ചു കയറിയത്. നിമിഷങ്ങൾ കൊണ്ട് ടവർ അഗ്നിക്കിരയായി. അതിൻ്റെ ദൃക്സാക്ഷിയായിരുന്നു സമീപത്ത് താമസിച്ചിരുന്ന ഫോട്ടോ ജേർണലിസ്റ്റ് ബിൽ ബിഗാർഡ്. അപകടത്തെക്കുറിച്ചറിഞ്ഞ ബിൽ വീട്ടിലേക്ക് ഓടിച്ചെന്ന് തൻ്റെ 2 ഫിലിം ക്യാമറയും ഒരു ഡിജിറ്റൽ ക്യാമറയും എടുത്ത് ടവർ ലക്ഷ്യമാക്കി ഓടി. പൊടിപടലങ്ങളൊക്കെ മറികടന്ന് കത്തുന്ന കെട്ടിടങ്ങളുടെയും രക്ഷപ്പെട്ടോടുന്ന മനുഷ്യരുടെയും ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തി. ആദ്യത്തെ ടവർ വീണതിന് തൊട്ടു പിന്നാലെ ഭാര്യ വെൻഡി മൊബൈലിൽ ബില്ലിനെ വിളിച്ചു. പേടിക്കേണ്ടതില്ലെന്നായിരുന്നു 20 മിനിറ്റിനുള്ളിൽ തൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് കാണാമെന്നും ഒക്കെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഞാൻ സുരക്ഷിതനാണ്, ഫയർമാന്മാരോടൊപ്പമാണുള്ളത് എന്നൊക്കെയാണ് ഭാര്യയ്ക്ക് നൽകിയ ആ സന്ദേശം. അവസാനമായി ബില്ല് പറഞ്ഞ വാക്കുകളും അതൊക്കെ തന്നെയാണ്. പെട്ടെന്നാണ് സൗത്ത് ടവറിലേക്ക് 2ാമത്തെ ഫ്ലൈറ്റ് ഇടിച്ചു കയറിയത്. നമുക്കെല്ലാം ഓർമ്മയുണ്ടാവുമല്ലോ ആ ദൃശ്യങ്ങൾ. എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ തരത്തിൽ അതിനുശേഷം ജനിച്ചവർക്കൊക്കെ ആ ദൃശ്യങ്ങൾ ഓർമ്മ കാണും. 5 ലക്ഷം ടൺ ഗ്ലാസും കോൺക്രീറ്റും സ്റ്റീലും എല്ലാം അടങ്ങുന്ന ആ കെട്ടിട സമുച്ചയം താഴേക്ക് പതിച്ചു. അത് ഓരോന്നും ശരീരത്തിൽ പതിച്ചപ്പോഴും തൻ്റെ കാനോൺ D30 വ്യൂ ഫൈൻഡറിലൂടെ കണ്ട കാഴ്ചകൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ബിൽ ബിഗാർഡ്. ഈ ദുരന്തമൊക്കെ നടന്ന് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ബില്ലിൻ്റെ മൃതദേഹം അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുക്കുന്നത്. ക്യാമറ ഉപകരണങ്ങൾക്കും വലിയ കേടുപാടൊക്കെ സംഭവിച്ചു. പക്ഷേ ഈ ഫിലിം അത് ബില്ലിൻ്റെ സുഹൃത്ത് ക്യാമറയിലെ ചിത്രങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തു. ഈ തകർന്നുകൊണ്ടിരിക്കുന്ന ആ 2 ടവറുകളായിരുന്നു ബില്ലിൻ്റെ ക്യാമറയിലെ അവസാനത്തെ ചിത്രങ്ങൾ. ലോകം ഞെട്ടിത്തെരിച്ച സംഭവം നടന്ന് 24 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇന്നും ലോകം ഓർത്തെടുക്കുന്നത് ബില്ലി ബിഗാർഡിൻ്റെ ആ ചിത്രങ്ങളിലൂടെ കൂടിയാണ്. ഏറ്റവും അപകടകരമായ സാഹചര്യം മുന്നിലുള്ളപ്പോഴും തൻ്റെ കർത്തവ്യം ഉത്തരവാദിത്വത്തോടെയും കൃത്യതയോടെയും ചെയ്ത ബിൽ ബിഗാർഡ് എക്കാലത്തും ഒരു പ്രചോദനം തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്നും ആ ഫോട്ടോഗ്രാഫുകൾ കാലത്തെ നിശ്ചലമാക്കി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ അവസരത്തിൽ അമേരിക്കൻ ഫോട്ടോ ജേർണലിസ്റ്റായിരുന്ന ഡോറോത്തി ലാങ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കൂടി നമുക്ക് ഓർത്തെടുക്കാം. നിമിഷങ്ങളെ കാലങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് ജീവിതത്തെ നിശ്ചലമാക്കി നിർത്തുന്ന ഒരു കലയാണ് ഫോട്ടോഗ്രാഫി എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞുപോയ ഓരോ കാലവും നമ്മൾ ഓർക്കുന്നത് ഇത്തരം ഫോട്ടോഗ്രാഫുകളിലൂടെയാണ് എന്ന് ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു ബിൽ ബിഗാർഡും അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രങ്ങളും. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, ബിൽ ബിഗാർഡിനെ പോലെ ഭീകരാക്രമണത്തിൽ ഇരയായ ജീവിതങ്ങളെ കൂടി സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം.